ഈ ശബ്ദപരിധിയിൽ ഞങ്ങളെ ശ്രമിക്കുന്ന എല്ലാ നല്ലവരാകുന്ന ദേശനിവാസികൾക്കും, വിശേഷാൽ വ്യാപാര സ്ഥാപനങ്ങളിൽ, വാഹനങ്ങളിൽ, ഭവനങ്ങളിൽ നിന്നുകൊണ്ട് ഞങ്ങളെ ശ്രമിക്കുന്ന എല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹവന്ദനത്തെ ഈ സമയം ഞങ്ങൾ അറിയിക്കുന്നു. പ്രശ്നകലുഷിതമാകുന്ന ഒരു സമയത്താണ് നമ്മൾ ആയിരിക്കുന്നത്. ദേശങ്ങളിൽ പ്രതിസന്ധികൾ കൂടിക്കൊണ്ട് രാജ്യം രാജ്യത്തോടും ജാതി ജാതിയോടുമൊക്കെ പ്രശ്നസംഗതമാകുന്ന അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും നല്ല വാർത്തകൾ മാധ്യമങ്ങളിലൂടെ കേൾക്കുവാൻ കഴിയാത്ത ഒരു കെട്ടകാലത്ത് നമ്മളായിരിക്കുമ്പോൾ രക്ഷാന്വേഷവിശേഷത്തിൻ്റെ സ്നേഹ സന്ദേശവുമായി ഈ ദേശത്തേക്ക് കടന്നു വരുവാൻ ദൈവം ഒരുക്കിയ ഭാഗ്യത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു ദൈവത്തിന്. ഈ ദേശത്തെ ദൈവം സ്നേഹിക്കുന്നു. പ്രിയർ, നമ്മളായിരിക്കുന്ന മനോഹര സുന്ദരമാകുന്ന ദേശം അനുഗ്രഹിക്കപ്പെട്ട പ്രകൃതിയ രമണീയമായതും നമ്മളായിരിക്കുന്ന ദേശത്തിൻ്റെ സമാധാനവുമെല്ലാം ഏറെ നാളുകളായി നമ്മൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുക. നമ്മളുടെ രാജ്യം ലോകത്തിൽ വലിപ്പം കൊണ്ട് 7ാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ ആ രാജ്യത്തിൻ്റെ ഒരു കൊച്ചു സംസ്ഥാനമാകുന്ന കേരളത്തിൻ്റെ അതിലുൾപ്പെട്ടിരിക്കുന്ന പൊൻകുന്നം എന്ന ദേശത്ത് കടന്നു വന്നുകൊണ്ട് ഇങ്ങനെ ഒരു കവലപ്രസംഗം നടത്തുന്നതിന് എന്താണ് ഈ കാലഘട്ടത്തിൽ പ്രസക്തി എന്ന് പലർക്കും ചോദിക്കാം. ഇങ്ങനെയുള്ള കവലപ്രസംഗങ്ങളുടെ പ്രസക്തി എന്തെന്ന് പറയുമ്പോൾ ഈ ലഘു സന്ദേശം ഇവിടെ പര്യവസാനിക്കുന്നതായിരിക്കും. നാം പാർക്കുന്ന അതിമനോഹരമാകുന്ന നമ്മുടെ ദേശം, കണ്ണുകൾക്ക് കുളിർമ നൽകുന്ന മനോഹരമാകുന്ന നല്ല കാഴ്ചകളുള്ള കൊച്ചു കേരളം. കേരളം കുറച്ച് നാളുകൾക്ക് നമ്മൾ പുറകിലോട്ട് പഠിക്കുമ്പോൾ ശാന്തസുന്ദരമായി സമാധാനത്തോടുകൂടെ ജനം വസിച്ചു കൊണ്ടിരുന്നൊരു നാട്. എന്നാൽ നമ്മൾ വർത്തമാന കാലഘട്ടത്തിലേക്ക് കടന്നു വന്നപ്പോൾ നമ്മുടെ പ്രഭാതങ്ങളെ വിളിച്ചുണർത്തുന്ന പത്രമാധ്യമങ്ങളും വാർത്താമാധ്യമങ്ങളും ടെലിവിഷനും എല്ലാം രാവിലെ കാണുന്ന ഓരോ മലയാളിക്കും അവൻ്റെ ജീവിതത്തിലെ സമാധാനം നഷ്ടപ്പെട്ടു പോകുന്ന വാർത്തകളാണ് ഓരോ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളുടെ ദേശത്ത് മാത്രമല്ല, മറ്റ് സംസ്ഥാനങ്ങളിലും മറ്റ് രാജ്യങ്ങളിലും അവിടെയൊക്കെ നടക്കുന്ന വാർത്തകൾ മനുഷ്യന് സുഖം തരുന്ന വാർത്തകളല്ല. മനുഷ്യൻ്റെ സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലയളവിൽ വന്നു നിൽക്കുമ്പോൾ എന്തേ മനുഷ്യൻ ഇങ്ങനെയാകുന്നു, എന്തേ ലോകം ഇങ്ങനെയാകുന്നു എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമായി ഈ കാലങ്ങളിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയരെ, നമ്മളുടെ ദേശം, നമ്മളുടെ രാജ്യം, നമ്മുടെ സംസ്ഥാനം, രാജ്യത്തിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നമ്മൾ നോക്കുമ്പോൾ എല്ലാ മേഖലകളിലും മുൻപന്തിയിലേക്ക് കടന്നു വന്നൊരു സാഹചര്യമാണുള്ളത്. നമുക്കറിയാം, വർത്തമാനകാല കേരളത്തിന്റെ ചരിത്രം പഠിച്ചാൽ ശാസ്ത്ര മേഖലകളിലും വിദ്യാഭ്യാസ മേഖലകളിലും അതുപോലെ തന്നെ ആരോഗ്യ മേഖലയിലുമൊക്കെ ഏറ്റവും ഉന്നതിയിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലയളവാണ്. അങ്ങനെ ഒരു കാലയളവിൽ നമ്മളായിരിക്കുമ്പോൾ മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും
അത്യാവശ്യമാകുന്ന മേഖലകൾ കാര്യങ്ങളിലൊക്കെ ഏറ്റവും ഉന്നതിയിലേക്ക് കടന്നു വന്നിരിക്കുന്നു. നമ്മളത് പരിശോധിച്ചാൽ ഈ കാലഘട്ടത്തിൽ സാമ്പത്തികമായി മനുഷ്യൻ ഉന്നതിയിലേക്ക് കടന്നു. ആഹാരത്തിൻ്റെ കാര്യത്തിൽ ഭക്ഷണ ദൗർലഭ്യമില്ല. അങ്ങനെ സമസ്ത മേഖലകളിലും ഉന്നതിയുടെ ഒരു അനുഭവം നമ്മൾ പ്രാപിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതിലൊന്ന് മാനവികത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക, സഹോദര സ്നേഹം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പണ്ടുകാലങ്ങളിൽ നമുക്കറിയാം, അയൽവക്കക്കാർ തമ്മിലുള്ള സ്നേഹം ഏറ്റവും ദൃഢമായിരുന്നു. മാതാവും കുഞ്ഞുങ്ങളും തമ്മിലുള്ള സ്നേഹം, പിതാവും മക്കളും തമ്മിലുള്ള സ്നേഹം, അതെല്ലാം ദൃഢതയുള്ളതായിരുന്നു. ലോകത്തിൽ ഏറ്റവും ദൃഢമായി നിൽക്കേണ്ട ഒരു സ്നേഹബന്ധമായിരുന്നു കുടുംബം. എന്നാൽ ഈ കാലഘട്ടത്തിൽ അവിശ്വസ്തത കടന്നുകൂടി കുടുംബജീവിതങ്ങളും തലമുറകളും മാതാപിതാക്കളും തമ്മിലുള്ള സ്നേഹബന്ധങ്ങൾ, സഹോദരങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധങ്ങൾ, ഉറ്റ സുഹൃത്തുക്കൾ തമ്മിലുള്ള സ്നേഹബന്ധങ്ങളൊക്കെ അറ്റുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നമ്മൾ വന്നു കഴിക്കുന്നത്. പ്രിയരെ, എന്ത് ഇങ്ങനെ നമ്മുടെ സമൂഹം മാറുന്നു? വിദ്യാഭ്യാസത്തിന്റെ കുറവാണോ? ഒന്നെടുത്ത് പരിശോധിച്ച് 100% സാക്ഷരതയുള്ള ഒരു നാടായി നമ്മുടെ കേരളം മാറിക്കഴിഞ്ഞു. ഏത് മേഖലയിലായിക്കൊള്ളട്ടെ, ഇപ്പോൾ കമ്പ്യൂട്ടർ യുഗമാണ്. ഒരു കാലഘട്ടത്തിൽ കാളവണ്ടി ഓടിയിരുന്ന നമ്മുടെ നിരത്തുകളിൽ ഹൈബ്രിഡ് വാഹനങ്ങൾ കടന്നു വന്നു. ഫോണെന്ന് കേട്ടാൽ എന്തെന്ന് പോലും തിരിച്ചറിയുന്ന ആ കാലയളവിൽ നമ്മൾക്ക് ഇന്ന് കയ്യിൽ ലോകം വിരത്തുമ്പിൽ എന്ന് പറയുന്നത് പോലെ ഫോണുകളുടെ അതിപ്രസരം നമ്മുടെ ലോകത്തിലുണ്ടായി. ലോകത്തിൽ ഏത് ഭാഗത്തും നടക്കുന്ന ഏത് കാര്യങ്ങളും മിനിറ്റുകൾക്കുള്ളിൽ കൊച്ചു കേരളത്തിലെ ഏതെങ്കിലും ഒരു മുറിയിലിരുന്നു കൊണ്ട് നമ്മൾ അറിയുന്ന സാങ്കേതിക വിദ്യകൾ ലോകത്തിൽ വർദ്ധിച്ചു വന്നപ്പോൾ നമ്മളിൽ നിന്നും അകന്നുപോയിക്കൊണ്ടിരിക്കുന്നത് സ്നേഹങ്ങളും സാഹോദര്യ ബന്ധങ്ങളും സമാധാന അന്തരീക്ഷങ്ങളുമൊക്കെയാണെന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയണം. എന്തുകൊണ്ട് മനുഷ്യൻ ഇങ്ങനെ ആയി മാറുന്നു? ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശുദ്ധ വേദപുസ്തകം ഇപ്രകാരമാണ് ഈ കാലഘട്ടത്തെ വിവക്ഷിക്കുന്നത്. ഈ കാലഘട്ടത്തെ പറ്റി വിശുദ്ധ വേദപുസ്തകം പറയുന്നത് ഇത് ദുഷ്കാലമാകുന്നു. അർത്ഥാൽ അന്ത്യകാലം, യുഗത്തിന്റെ പര്യവസാനത്തിലേക്ക് ലോകം നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുക. എന്താ അതിന്റെ പ്രത്യേകത? അന്ത്യകാലമാകുമ്പോൾ ദുർഘട സമയങ്ങൾ ലോകത്തിൽ സംഭവിക്കും. നോക്കി നിന്നുകൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ എന്ത് സംഭവിക്കുന്നു എന്ന് തിരിച്ചറിയുവാൻ കഴിയാതെ പെട്ടെന്നുണ്ടാകുന്ന അപകടങ്ങൾ, പെട്ടെന്നുണ്ടാകുന്ന അനർത്ഥങ്ങൾ, പെട്ടെന്നുണ്ടാകുന്ന രാഷ്ട്രീയ മാറ്റങ്ങൾ, പെട്ടെന്നുണ്ടാകുന്ന ഭരണതലത്തിലെ മാറ്റങ്ങൾ, രാജ്യങ്ങളിൽ ഉണ്ടാകുന്ന പൊട്ടിത്തെറികൾ, ഇതെല്ലാം പെട്ടെന്നുണ്ടാകുക. ദുർഘട സമയങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. രണ്ടാമത്തെ ഭാഗത്തെ പറ്റി പറയുക, മനുഷ്യൻ സ്വസ്നേഹികളാകുന്നു. അപ്പനെയും അമ്മയെയും അനുസരിക്കാത്ത തലമുറകൾ, സ്നേഹമില്ലാത്ത തലമുറകൾ, വക്രതയുള്ള തലമുറ, കോട്ടമുള്ള തലമുറ, ദോഷം നിരൂപിക്കുന്ന തലമുറ എന്നിങ്ങനെ കാറ്റഗറി തിരിച്ചു വിശുദ്ധ വേദപുസ്തകം ഈ കാലഘട്ടത്തെ പറയുമ്പോൾ, പ്രിയരെ, നൂറ്റാണ്ടുകൾക്ക് മുൻപ്, കാലങ്ങൾക്ക് മുൻപ് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട വിശുദ്ധന്മാർ ആത്മാവിൽ രേഖപ്പെടുത്തിയ ലിഖിതത്തിന്റെ അതിന്റെ പര്യവസാന കാലത്തിലേക്ക് കടന്നു വരുമ്പോൾ പ്രവചനാത്മാവിൽ എഴുതിയ പ്രവചന നിവൃത്തി എന്ന വണ്ണം ഈ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്ന കാഴ്ച, ഇന്നേക്ക് വർഷങ്ങൾക്ക് മുൻപ് എഴുതിയ വിശുദ്ധ വേദപുസ്തകത്തിലെ സൂക്തങ്ങൾ അന്വർത്ഥമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലയളവാണെന്ന് മനസ്സിലാക്കാം. അപ്പനമ്മമാരെ ബഹുമാനിക്കാത്ത തലമുറയും, സഹോദരങ്ങളെ തിരിച്ചറിയുവാൻ കഴിയാത്ത സഹോദരനും, സ്വന്തം മകളെ തിരിച്ചറിയുവാൻ കഴിയാത്ത അപ്പനും, സ്വന്തം കുഞ്ഞിനെ തിരിച്ചറിയുവാൻ കഴിയാത്ത മാതാവുമായി
നമ്മളുടെ കേരളത്തിലെ ജനത മാറിക്കൊണ്ടിരിക്കുന്നു. സാക്ഷരതയുടെ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന കേരളം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നതിന്റെ പിന്നിൽ എന്താണ് കാരണം? പണമില്ലാത്തത് കൊണ്ടാണോ? വിദ്യാഭ്യാസ കുറവുകൊണ്ടാണോ? എന്താണ് നമുക്കുള്ള കുറവെന്ന് നമ്മൾ പരിശോധിച്ചാൽ യാതൊന്നിനും കുറവില്ലെന്ന് മനസ്സിലാകുവാൻ തക്കവണ്ണം ഇടയാകും. കുറച്ചു കാലങ്ങൾക്ക് പിന്നിൽ നമ്മുടെ പിതാക്കന്മാർക്ക് ലഭിക്കാത്ത കാര്യങ്ങൾ ആ വിദ്യാഭ്യാസ മേഖലയായിക്കൊള്ളട്ടെ, സാമ്പത്തിക മേഖലയായിക്കൊള്ളട്ടെ, ഈ മേഖലകളിലൊക്കെ ഇന്നത്തെ തലമുറ കൈയടക്കിയെങ്കിലും അവരിൽ നിന്നും മാനുഷിക ബോധം മൂല്യച്യുതി സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലയളവിൽ വന്നിരിക്കുമ്പോൾ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ പ്രസംഗിക്കുന്നത്? എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ഘോരഘോരം തെരുവോരങ്ങളിൽ നിന്നും കൊണ്ട് പ്രസംഗിക്കുന്നതെന്നുള്ള ചോദ്യത്തിന് മറുപടി പറയാം. പ്രിയരെ, ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത ഇത് പൈശാചികമാകുന്ന പ്രവൃത്തി നടക്കുന്ന കാലഘട്ടമാണ്. പൈശാചികന്റെ പ്രവൃത്തി അവന്റെ ആത്മാവിന്റെ ശക്തിയോടുകൂടെ അവൻ ചെയ്തെടുക്കുമ്പോൾ പാപത്തിന്റെ പ്രവൃത്തി എന്ന് നമുക്കതിനെ വിവക്ഷിച്ച് പറയുവാൻ തക്കവണ്ണമിടയാകും. എന്താണ് പാപം? മനുഷ്യന്റെ നന്മകളെ കീഴ്പ്പെടുത്തി മനുഷ്യനെ മൃഗത്തെക്കാൾ അധമനാക്കി മാറ്റുന്ന ഒരു പ്രവൃത്തിയാണ് പാപം. സകല വേദഗ്രന്ഥങ്ങളും സകല മതഗ്രന്ഥങ്ങളും സകല മതങ്ങളും ഒരുപോലെ പറഞ്ഞ് സമ്മതിക്കുന്നൊരു കാര്യമുണ്ട്: മനുഷ്യൻ പാപിയാണ്. നമ്മുടെ ഋഷിവര്യന്മാർ പാടി വച്ചൊരു ഭാഗമുണ്ട്: തമസോമ ജ്യോതിർഗമയ. ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് ഞങ്ങളെ നയിക്കണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആയിരിക്കുന്ന സാഹചര്യം ഇരുട്ടാണ്. അതിൽ നിന്ന് ഞങ്ങളെ വെളിച്ചത്തിലേക്ക് നയിക്കണം. വെളിച്ചം കാണുവാൻ കഴിയാതെ ഇരുട്ടിന്റെ പ്രവൃത്തികളിലൂടെ മനുഷ്യനിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ, മനുഷ്യൻ അടിമയായി ഇരുട്ടിന്റെ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ ഈശ്വരനോട് പ്രാർത്ഥിക്കുക, തമസിൽ നിന്ന് ഞങ്ങളെ വെളിച്ചത്തിലേക്ക് നടത്തണം. മൃത്യുമോ അമൃതംഗമയോ, മരണത്തിൽ നിന്നും ജീവങ്കിലേക്ക് ഞങ്ങളെ നടത്തണം. എങ്ങനെ മാറുവാൻ തക്കവണ്ണം കഴിയും? പ്രിയരെ, ഇവിടുത്തെ ഇസത്തിനും ഇവിടുത്തെ പ്രത്യയ ശാസ്ത്രത്തിനും ഇവിടുത്തെ ഏതെങ്കിലും ഗവൺമെന്റ് സംഗതികൾക്കുമൊക്കെ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്കും മരണത്തിൽ നിന്നും ജീവങ്കിലേക്കും മാറുവാൻ കഴിയുമോ? മാറ്റുവാൻ കഴിയുമോ? എന്താണ് ഇരുട്ടിന്റെ പ്രവൃത്തികൾ? ഇരുട്ടിന്റെ പ്രവൃത്തികൾ മനുഷ്യനെ തിരിച്ചറിയുവാൻ കഴിയാതെ, സഹോദരനെ തിരിച്ചറിയുവാൻ കഴിയാതെ, അപ്പന് മകളെ തിരിച്ചറിയുവാൻ കഴിയാതെ ചെയ്യുന്ന സകല പ്രവൃത്തികളും ഇരുട്ടിന്റെ പ്രവൃത്തികളാണ്. നമ്മുടെ ദേശത്തെ ഒരു ചൊല്ലു പറയും: പാതിരാത്രിയിൽ സൂര്യൻ ഉദിച്ചാൽ പല പ്രമുഖരുടെയും മുഖങ്ങൾ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുമെന്നുള്ളൊരു ചിന്ത, ഒരു ചൊല്ല് നമ്മുടെ നാട്ടിലുണ്ടല്ലോ. എന്താണ് കാരണം? മാന്യനായി പകൽ നടക്കുന്ന വ്യക്തികൾ പലരും ഇരുട്ടാകുമ്പോൾ പാപത്തിന്റെ പ്രവൃത്തി അവരിലൂടെ വെളിപ്പെട്ടു വരികയാ. എങ്ങനെയാണ് പാപം ലോകത്തിലേക്ക് വന്നെന്ന് ചോദിച്ചാൽ, ദൈവ സൃഷ്ടിയാകുന്ന മനുഷ്യൻ, ദൈവത്തിന് സ്വഭാവം ധരിച്ചവനായിരുന്നവൻ, ദൈവത്തോട് നിസ്സന്നക്കേട് ചെയ്ത് പാപത്തിനടിമയായിപ്പെട്ടവരിൽ പിശാചി വൈശാചികമാകുന്ന അവന്റെ സ്വഭാവം വെളിപ്പെടുവാൻ തക്കവണ്ണമിടയായി. അതന്നു മുതൽ ഇന്നു വരെ ഇങ്ങനെ മനുഷ്യനെ പിന്തുടർന്നുകൊണ്ടിരിക്കുക. അതിന്നൊരു വിമോചനം നേടിത്തരുവാൻ ഇവിടുത്തെ ഇസത്തിനും പ്രത്യയശാസ്ത്രങ്ങൾക്കും ഒന്നും കഴിയത്തില്ലെന്ന് ഞങ്ങൾ പറഞ്ഞതിന്റെ കാര്യം, ഒരു കാലഘട്ടത്തിൽ ഈ ഇസത്തിന്റെയും പ്രത്യയശാസ്ത്രത്തിന്റെയും വ്യക്താക്കളായി തെരുക്കോടുകളിൽ ദേശങ്ങളിൽ നിന്നുകൊണ്ട് അതിനെ ഇസത്തെ പ്രത്യയശാസ്ത്രത്തെ ഏറ്റവും വലുതായി ഉയർത്തിക്കാണിച്ചൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് ലോകത്തിൽ മനുഷ്യരുടെ ഇടയിൽ നിന്ന് അന്യം നിന്ന് പോകുന്ന സമാധാനം തിരികെ പിടിച്ചു തരാമെന്ന് ഞങ്ങളോട് പറഞ്ഞു. ഞങ്ങൾ വിശ്വസിച്ച ഇസവും പ്രത്യയശാസ്ത്രവും ഞങ്ങളോട് പറഞ്ഞ് ഞങ്ങൾ അതിനു വേണ്ടി മുന്നിട്ടിറങ്ങിയപ്പോൾ ഞങ്ങൾ ചോദിച്ചു, എങ്ങനെയാണ് നമ്മുടെ ഇസം കൊണ്ട്, നമ്മുടെ പ്രത്യയശാസ്ത്രം കൊണ്ട് നമുക്ക് സമാധാനം വരുത്തുവാൻ കഴിയുമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്: അവരുടെ സ്വസ്ഥതയെ നശിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഇസവും പ്രത്യയശാസ്ത്രവും അവനിൽ അടിച്ചേൽപ്പിക്കുമ്പോൾ അവന് സമാധാനം വരുമെന്നുള്ള സന്ദേശം കൊടുക്കണം. എന്താണ് അർത്ഥം എന്ന് പറഞ്ഞാൽ, അവരന്റെ സ്വസ്ഥതയെ നശിപ്പിച്ച് നമ്മളുടെ ഇസത്തെയും പ്രത്യയശാസ്ത്രവും അവർ ഉറപ്പിക്കുമ്പോൾ അവിടെ സമാധാനം കണ്ടെത്തുവാൻ കഴിയുമെന്ന് പഠിപ്പിച്ചപ്പോൾ ഞങ്ങളുടെ സ്ഥിരാഞ്ഞരമ്പുകളിൽ, ഞങ്ങളുടെ വിനോദ മനസ്സിൽ ഇതിനെ ആഴത്തിൽ ഇഞ്ചക്ട് ചെയ്ത് ഇത് ആഴത്തിൽ പഠിച്ചത് കൊണ്ട് അതിന്റെ ആ വലിയ ഫലമായി, ആ പഠിപ്പിക്കലിന്റെ ഫലമായി അവരുടെ സ്വസ്ഥതയെ നശിപ്പിച്ച്, അവരുടെ സമാധാനത്തെ നശിപ്പിച്ച്, അവരുടെ കുടുംബ ജീവിതത്തിനകത്തിലെ സമാധാനത്തെ നശിപ്പിച്ച് പല മാതാപിതാക്കൾക്കും തലമുറകളെ നഷ്ടമാക്കുന്ന ഒരു അനുഭവത്തിലേക്ക്
മാറിയൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിന് ഞങ്ങൾക്ക് പ്രേരക ശക്തിയായി മാറിയതെന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ ശിരാഞരമ്പുകൾക്ക് ചൂട് പിടിപ്പിക്കുന്ന ഇന്നത്തെ കാലത്തെ ലോകത്തെ കാർന്നു നിന്നുന്ന ഏറ്റവും വലിയ ക്യാൻസർ ആകുന്ന മദ്യവും മയക്കുമരുന്നും മറ്റു പല ലഹരി പദാർത്ഥങ്ങളും അത്രേ. പ്രിയരെ, പണ്ടുകാലങ്ങളിൽ നമ്മുടെ ചുറ്റുപാടുമുള്ള സ്ഥലങ്ങളിൽ നമുക്കറിയാം കള്ളു ഷാപ്പുകൾ ഉണ്ടായിരുന്നു. ആ ഷാപ്പുകളിൽ മദ്യപിക്കുവാൻ പോകുന്ന പ്രായമുള്ളവരായിക്കൊള്ളട്ടെ, അവർ പോകുമ്പോൾ തല്ലിലും പ്രായമുള്ളവരെ കണ്ടാൽ ഒരു തലയിൽ തുണി ഇട്ടുകൊണ്ടുപോയി മദ്യപിച്ചിരിക്കുന്ന അല്ലെങ്കിൽ മദ്യപിക്കുവാൻ പോകുന്ന ഒരു സന്ദർഭമായിരുന്നു. നിങ്ങൾ നോക്കിയ ഈ കാലഘട്ടത്തിൽ അങ്ങനെയാണോ? ആൺ പെൺ വ്യത്യാസമില്ലാതെ ആണും പെണ്ണുമെല്ലാം ഒരുപോലെ ലഹരി ഉപയോഗിച്ചുകൊണ്ട് നടുറോഡിലൂടെ നടക്കുന്ന കാഴ്ച മലയാളി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ കാലഘട്ടത്തെ വിശുദ്ധ വേദപുസ്തകം വിളിച്ചു പറയുന്ന പേരാണ് അന്ത്യകാലം. മനുഷ്യൻ സസ്നേഹികളായി അമ്മയപ്പന്മാരെ ബഹുമാനിക്കാത്തവരായി അനുസരണമില്ലാത്തവരായി നടക്കുമ്പോൾ ഈ എന്നെ കേൾക്കുന്ന ദേശനിവാസിയെ അങ്ങനെ ഇരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ ഇങ്ങനെ ഇവിടെ നിന്ന് തെരുക്കോളിൽ നിന്നും വിളിച്ചു പറയുന്ന ഇത്തരം സന്ദേശങ്ങൾക്ക് പ്രസക്തിയേറെയ. കാരണം ഒരു കാലഘട്ടത്തിൽ ഇതിനൊക്കെ അടിമകളായി നേരത്തെ ഞാൻ ഓർപ്പിച്ചതുപോലെ മറ്റുള്ളവന്റെ സ്വസ്ഥതയെ നശിപ്പിച്ചുകൊണ്ട് ഇസത്തെയും പ്രത്യയശാസ്ത്രത്തെയും ഞങ്ങൾ ഏറ്റവും നന്നായി ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ മുൻപോട്ട് പോയൊരു കാലഘട്ടം. അന്ന് ഞങ്ങളുടെ മാതാക്കൾക്ക് ഞങ്ങളെ ഓർത്ത് ദുഃഖമായിരുന്നു. ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് ദേശത്തിന് നടുവിൽ ഞങ്ങൾ നിന്നുതരായിരുന്നു. അവർക്ക് ഞങ്ങളുടെ പേർ പറഞ്ഞുകൊണ്ട് തലയുയർത്തി നടന്നു പോകുവാൻ കഴിയാത്ത രീതിയിൽ അപമാനിതരായുള്ളൊരു കാലഘട്ടം ഞങ്ങൾക്കുണ്ടായിരുന്നു. ഇതിൽ നിന്നും ഞങ്ങൾക്ക് ഒരു വിമോചനം എങ്ങനെ ലഭിക്കുമെന്ന് ഞങ്ങൾ ആലോചിച്ചു. മദ്യവും മയക്കുമരുന്നുമൊക്കെ ഞങ്ങളുടെ മുൻപിൽ സുലഭമായി ലഭിച്ചു. അതൊക്കെ ഉപയോഗിച്ച് ഞങ്ങളുടെ ജീവിതം തകർന്നു തരിപ്പണമായി. ഇസവും പ്രത്യയശാസ്ത്രവും പരാജയപ്പെട്ടു. ഇനി എന്ത് മുൻപോട്ട് എങ്ങനെ ജീവിക്കുമെന്നറിയാതെ മരണത്തെ കാറ്റുകിടുന്ന സാഹചര്യത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൽ സമാധാനം തന്നുകൊണ്ട്, ലോകസുഖങ്ങൾ തരാത്ത സമാധാനം, നിത്യസമാധാനം തന്നുകൊണ്ട് ഇന്ന് പകൽ ഈ സമയത്ത് ഈ തെരുക്കോളിൽ നിന്നുകൊണ്ട് നിങ്ങളോട് സ്നേഹ സന്ദേശം വിളിച്ചു പറയുവാൻ പ്രാപ്തനാക്കിയ ഒരു സന്ദേശമുണ്ട്. അതത്രേ ഞങ്ങൾ ഇന്ന് പകൽ ഇവിടെ ഉയർത്തുന്ന സുവിശേഷം. എന്താണ് സുവിശേഷം? സുവിശേഷം കേവലം ഒരു മതപ്രസംഗമല്ല. സുവിശേഷം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പ്രസംഗമല്ല. സുവിശേഷം എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ്ലീഹ വിശുദ്ധ വേദപുസ്തകത്തിലൂടെ ഇപ്രകാരം വിളിച്ചു പറയുന്നു: ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചു ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു ഞങ്ങളുടെ സുവിശേഷം. പ്രിയരെ, ഈ മധ്യാഹ്നത്തിൽ ആ സ്നേഹ സന്ദേശം നിങ്ങളുമായി പങ്കുവെക്കുവാനാണ് ഞങ്ങൾ ഇത്രത്തോളം കാര്യങ്ങൾ പറഞ്ഞത്. ഞാൻ പറഞ്ഞത്, ഈ ദേശം, ഈ ലോകം, നമ്മൾ ആയിരിക്കുന്ന, നമുക്ക് നിൽക്കുന്ന ഈ ഭൂമിയിൽ സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, സന്തോഷം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, മദ്യവും മയക്കുമരുന്നുകളും വിദ്യാഭ്യാസമുള്ള തലമുറയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നമ്മുടെ കുഞ്ഞുങ്ങൾ മൊബൈൽ അഡിക്ഷനുള്ളവരായി മാറുമ്പോൾ, മാതാപിതാക്കളോട് കലഹിച്ച് 12 വയസ്സുകാരൻ ആത്മഹത്യ ചെയ്യുന്ന വാർത്തകൾ നമ്മൾ കേൾക്കുമ്പോൾ, 9 വയസ്സുകാരൻ അപ്പനെ കൊത്തിക്കൊല്ലുന്ന വാർത്തകൾ കേൾക്കുമ്പോൾ, മലയാളി എങ്ങനെ സമാധാനത്തോടെ ഇരിക്കുവാൻ തക്കവണ്ണം ഇടയാക്കും? നമ്മുടെ വാർത്താ മാധ്യമങ്ങളിൽ നമുക്ക് ഒരുമിച്ചിരുന്നു കൊണ്ട് നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ കുഞ്ഞുങ്ങളുമൊത്ത് വാർത്ത കേൾക്കുവാൻ കഴിയാത്തൊരു കാലഘട്ടത്തിലേക്ക് മനുഷ്യൻ മാറുമ്പോൾ അതൊരു കാരണം വിശുദ്ധ വേദപുസ്തകം പറയാം: മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗത്തേക്കാൾ തുല്യനത്ര, മൃഗത്തിന് തുല്യനത്ര. അങ്ങനെ മൃഗത്തേക്കാൾ അധമനായി മനുഷ്യൻ മാറിക്കൊണ്ടിരിക്കുമ്പോൾ അതെന്താണ് കാരണം? അവന്റെ ഉള്ളിൽ പ്രവേശിക്കുന്നത് പാപമാണ്. ആ പാപത്തിന്റെ സ്വഭാവം അതിനോട് വെളിയിൽ വരുന്നതാണ് ഈ കാണുന്ന പ്രസവങ്ങൾക്കൊക്കെ കാരണം. അതിന് എങ്ങനെ പരിഹാരം വരുത്തുവാൻ തക്കവണ്ണം ഇടയാകും? പാപത്തിന് പരിഹാരം നമുക്ക് പണം കൊടുത്താൽ മാറ്റുവാൻ കഴിയുമോ? പാപം എന്താണ്? പാപം ഒരു മരമാണെങ്കിൽ നമുക്ക് വെട്ടിമാറ്റാം. പാപം ഒരു കല്ലാണെങ്കിൽ നമുക്കതിനെ എടുത്തു മാറ്റാം. പാപം ഒരു മനുഷ്യനാണെങ്കിൽ പിടിച്ച് ജയിലിടാം. എന്നാൽ പാപം ഇരുട്ടുന്ന ഒരു ശക്തിയുടെ പ്രവൃത്തിയാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ആ അസത്യത്തിൽ നിന്നും ആ സത്യത്തിലേക്ക് നമ്മളെ നടത്തേണ്ട ഈശ്വരനോട് പറ, നമുക്ക് സത്യമെന്തെന്ന് വെളിപ്പെടുത്തി തരാൻ. ഒരു കാലഘട്ടത്തിൽ ഇരുട്ടിൽ കിടന്ന, തമസിൽ കിടന്ന് ഞങ്ങൾക്ക് വെളിച്ചമായി മാറിയ സന്ദേശം നിങ്ങളോട് പറയാം. അതാകുന്ന വിശുദ്ധ യേശുക്രിസ്തുവിന്റെ സന്ദേശം. യേശുക്രിസ്തുവിനോട് സകലവിധമാകുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ട്. ലോകത്തിൽ ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന ഏതു തരത്തിലെ പ്രശ്നങ്ങളാണ്? നിങ്ങളുടെ തലമുറകളെ ഓർത്തുകൊണ്ട് നിങ്ങൾ ഭാരപ്പെടുകയാണോ? നിങ്ങൾ മാതാപിതാക്കളെ ഓർത്തുകൊണ്ട് സങ്കടപ്പെടുകയാണോ? എന്നും മദ്യപിച്ച് കടന്നു വരുന്ന പിതാവിനെ ഓർത്ത് ഭാരപ്പെടുന്ന തലമുറയാണോ നീ? എങ്ങനെ സമാധാനത്തോടെ ജീവിക്കുവാൻ കഴിയും?
ഈ പാപത്തിന്റെ പ്രശ്നം ഞങ്ങളിൽ നിന്നും എങ്ങനെ മാറ്റിയെടുക്കുവാൻ കഴിയുമെന്നൊക്കെ ചോദിച്ച് വല്ലാതെ ഭാരപ്പെടുകയാണോ? ഇന്ന് പകൽക്കാലം ഞങ്ങൾ ഉറച്ചു പ്രഖ്യാപിക്കുകയാണ്, എങ്ങനെ സമാധാനം നിങ്ങളുടെ ഭവനത്തിൽ വരും. ഇന്ന് പകൽ ദേശമേ കേൾക്കുക, മറ്റൊരുത്തരും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട യേശുക്രിസ്തുവിലൂടെ അല്ലാതെ രക്ഷയില്ല. അങ്ങനെയെങ്കിൽ യേശുക്രിസ്തുവിലൂടെ രക്ഷ എങ്ങനെ കരഗതമാക്കാം? ഞാൻ പറഞ്ഞല്ലോ, ഒരു കാലഘട്ടത്തിൽ ഈ സന്ദേശങ്ങൾ ഇങ്ങനെ കേൾക്കുമ്പോൾ ഇത് പ്രസംഗിക്കുന്നവരോട് വളരെ പ്രയാസം തോന്നിയ, അവരെ രണ്ടെണ്ണം കൊടുത്താൽ കൊള്ളാമെന്നൊക്കെ ഉള്ള മനോഭാവത്തോടു കൂടി ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം ഞങ്ങൾക്ക് പലർക്കും ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഈ സന്ദേശത്തിന്റെ വ്യക്താക്കളാക്കി ഞങ്ങൾ മാറ്റപ്പെട്ടതിന് കാരണം ഞങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന അതേ പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ, അതേ സങ്കടങ്ങൾ, അതേ വേദനകൾ ഞങ്ങൾ അനുഭവിച്ചപ്പോൾ മാറ്റം വരുത്തുവാൻ ആർക്കും കഴിഞ്ഞില്ല. ഈ സമയം പ്രത്യയശാസ്ത്രവും പരാജയപ്പെടുന്ന ഞങ്ങള് ഇന്ന് വൈകിയ ഈ ഉച്ചകഴി സമയത്ത് ദേശത്ത് നിർത്തിക്കൊണ്ട് നിങ്ങളുടെ മറ്റൊരു എന്ന സന്ദേശമാണ്. യേശുക്രിസ്തു എന്ന വ്യക്തിയാണ്. യേശുക്രിസ്തുവിനോട് ഞങ്ങളുടെ ഭവനങ്ങളിൽ സമാധാനം വരുവാനൊക്കെ വണ്ണമിടയായി ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു അപ്പനായി മാറുവാൻ എന്നെ പ്രാപ്തനാക്കി മാറ്റിയത് ആ സുവിശേഷമാണ്. എന്നെ കേൾക്കുന്ന മാതാവേ, എന്നെ കേൾക്കുന്ന പിതാവേ, തലമുറകളെ ഓർത്തുകൊണ്ട് നിങ്ങൾ ഭാരപ്പെടുന്നു. എങ്ങനെ ഒന്ന് സമാധാനിക്കുവാൻ കഴിയും, എങ്ങനെ സമാധാനം പ്രാപിക്കുവാൻ കഴിയും എന്നുള്ള ചിന്ത വല്ലാതെ നിങ്ങളെ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം അതിനൊരു വഴിയുണ്ട്. അത് യേശുക്രിസ്തുവിലൂടെ. എങ്ങനെ യേശുക്രിസ്തുവിലൂടെയുള്ള സമാധാനവും സന്തോഷവും നമുക്ക് കരഗതമാക്കുവാൻ കഴിയും? പ്രിയരെ, അരക്കാതം നടക്കേണ്ട, കാശ് കൊടുക്കണ്ട. നിങ്ങളേത് ജാതി, മത, വർഗ, വർണ്ണക്കാരനായിക്കൊണ്ട് ദൈവത്തിനത് ഭക്ഷണമില്ല. ഇന്ന് പകൽക്കാലം ഞങ്ങൾ ഈ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് ഈ സന്ദേശം ഇവിടെ പര്യവസാനിപ്പിക്കുവാൻ പോകുമ്പോൾ നിങ്ങളുടെ ഹൃദയം യേശുവിന് വേണ്ടി ഒന്ന് കൊടുക്കുവാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? യേശുവേ, അങ്ങ് ലോകത്തിന്റെ രക്ഷിതാവും എൻ്റെ രക്ഷിതനുമാണ് ഞാൻ തിരിച്ചറിയും. ഞാൻ പാപിയായൊരു മനുഷ്യനാണ്. എൻ്റെ പാപം വളരെ കടുംചുവപ്പായിരിക്കുക. എത്ര കടുംചുവപ്പായ പാപമായിക്കൊള്ളട്ടെ. പ്രിയരെ, വിശുദ്ധ പുസ്തകം പറയുന്നു, നിന്റെ കടുംചുവപ്പാകുന്ന പാപത്തെ ഹിതമേലെ വെളുപ്പിക്കുവാൻ കഴിവുള്ള ഒരു യേശുവിനെ ഞങ്ങൾ ഉയർത്തുന്നു. ഞങ്ങളുടെ പാപത്തെ മാറ്റി, ഞങ്ങളുടെ അസമാധാനത്തെ മാറ്റി, ഞങ്ങളുടെ സങ്കടങ്ങളെ മാറ്റി, ഞങ്ങളുടെ കൂടാരങ്ങളിൽ സമാധാനം തന്നൊരു ദൈവം. ഏതുതരം സമാധാനമെന്ന് ചോദിച്ചാൽ ലോകം തരം സമാധാനമല്ല. ലോകം തരം സമാധാനം മദ്യത്തിന്റെയും വാക്കുമരുന്നിന്റെയും ലഹരി പദാർത്ഥങ്ങളുടെ ആണെങ്കിൽ അത് നമ്മുടെ ശരീരത്തിനും നമ്മുടെ മനസ്സിനും നമ്മുടെ കുടുംബത്തിനുമൊക്കെ വളരെ ദോഷം ചെയ്യുമ്പോൾ സകല ബുദ്ധിയെയും കഴിയുന്ന ദൈവിക സമാധാനം നിങ്ങൾക്ക് വേണ്ടി ഉദിക്കുവാൻ തക്കവണ്ണമിടയാകും. ആ ക്രിസ്തുവേശുവിനുള്ള സമാധാനം നിങ്ങളുടെ കൂടാരങ്ങളിൽ വരേണ്ടതിന് നിങ്ങളുടെ ഹൃദയത്തിന്റെ കവാടമിൽ നിന്ന് തുറക്കുമോ? യേശുവേ, അങ്ങ് എന്റെ കൂടാരത്തിലേക്കൊന്ന് വരണം, എന്റെ ഭവനത്തിലേക്കൊന്ന് വരണം. എന്റെ മകനെ ഓർത്ത് ഞാൻ ഭാരപ്പെടുന്നു, എന്റെ മകളെ ഓർത്ത് ഞാൻ ഭാരപ്പെടുന്നു, എന്റെ ഭർത്താവിനെ ഓർത്ത് ഞാൻ സങ്കടപ്പെടുന്നു, എന്റെ ഭാര്യയെ ഓർത്ത് ഞാൻ ഭാരപ്പെടുന്നു, സഹോദരങ്ങളെ ഓർത്ത് ഞാൻ സങ്കടപ്പെടുന്നു. അവർക്കൊരു മാറ്റം വരുത്തുവാൻ ഇതുവരെ ആർക്കും കഴിഞ്ഞില്ല. മദ്യത്തിന് കഴിഞ്ഞില്ല, മയക്കുമരുന്നിന് കഴിഞ്ഞില്ല, ലോകസുഖങ്ങൾക്ക് കഴിഞ്ഞില്ല, ലഹരി പദാർത്ഥങ്ങൾക്ക് കഴിഞ്ഞില്ല. യേശുവേ, അങ്ങനെയോടെ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ ഹൃദയം ഞാൻ അങ്ങേക്ക് തരുന്നുവെന്ന് ഇന്ന് പകൽക്കാലം ആരൊക്കെ സമർപ്പിക്കുന്നു, നിങ്ങൾ എവിടെ ആയിക്കോട്ടെ, ഏക സാഹചര്യത്തിൽ വരുന്നുകൊണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനാ സൂക്തങ്ങളെ ഒരുമിച്ച് ഉരുവിട്ടാൽ ഇന്ന് നിങ്ങളുടെ ഭവനത്തിൽ രക്ഷയുണ്ടാകും. ഒരു പ്രാവശ്യം കൂടെ പൊൻകുന്നം പ്രദേശത്തോട് വിളിച്ചു പറയട്ടെ, മറ്റൊരുത്തരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏക സത്യ നിത്യനാമമാകുന്ന യേശുക്രിസ്തുവിലേക്ക് നിങ്ങളെ ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് എത്രത്തോളം സമയം ഈ ശബ്ദത്തിന്റെ പരിധിയിൽ ഞങ്ങളെ സഹസംസരിച്ച എല്ലാ നിലവരാകുന്ന ദേശനിവാസികളും നന്ദി അർപ്പിക്കുന്ന ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കും.